വെൽക്കം ടു സ്റ്റോറി സ്റ്റെല്ലർ ഭാഗം 44. സമയം പാതിരാത്രിയോട് അടുത്തിരുന്നു. ശ്രീദേവ് അമൃതയെ കൂട്ടി എമർജൻസി റൂമിലെത്തി. അവളെ ഒരു ബെഡിലിരുത്തി ബാഗ് താഴെ വെച്ചു. നല്ല പനിയുള്ളത് കൊണ്ട് തന്നെ അമൃതയ്ക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അന്നാണെങ്കിൽ എമർജൻസി റൂമിൽ രോഗികൾ കുറവായിരുന്നു. ആകെ ഒന്നോ രണ്ടോ രോഗികൾ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അവൾക്ക് അധികം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. ശ്രീദേവ് വേഗം എമർജൻസി ഡോക്ടറെ വിളിച്ചു. അധിക രോഗികൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹം ചെറുതായി മയങ്ങിപ്പോയി. ഡോക്ടർ വന്ന് അമൃതയുടെ ടെമ്പറേച്ചർ ഒക്കെ പരിശോധിച്ചു. ശ്രീദേവ് പറഞ്ഞതുപോലെ തന്നെ അവളുടെ ടെമ്പറേച്ചർ വളരെ കൂടുതലായിരുന്നു. അവളുടെ ശരീരം വളരെ ഡീഹൈഡ്രേറ്റഡ് ആണെന്നും അയാൾ കണ്ടെത്തി. ശേഷം നഴ്സിന്റെ അടുത്ത് പറഞ്ഞു, ഇവർക്ക് IV ട്രിപ്പ് ഇട്ടോളൂ. ശേഷം അമൃതയോട് പറയണേ, അതെ, ബോഡി ഭയങ്കര വീക്കാട്ടോ, മരുന്നെല്ലാം നമുക്ക് ട്രിപ്പ് കയറ്റാം, കുറച്ച് സമയം റെസ്റ്റ് എടുക്കൂ. അമൃത എല്ലാം മൂളിക്കൊണ്ട് കേട്ടു. ഡോക്ടർ നഴ്സിന് കൊടുത്ത ആ സ്ലിപ്പ് അമൃത വാങ്ങിക്കുന്നതിന് മുമ്പേ ശ്രീദേവ് കയ്യിലാക്കി. ശ്രീദേവ്, നീ ഇപ്പൊ തന്നെ എന്നെ കൂടുതൽ സഹായിച്ചിട്ടുണ്ട്. ആ സ്ലിപ്പ് ഇങ്ങതാ, ഞാൻ വാങ്ങിച്ചോളാം. അമൃത ഗൗരവത്തിൽ പറഞ്ഞപ്പോ ശ്രീദേവ് അവളെ ശാന്തമായി നോക്കിക്കൊണ്ട് പറയാണ്, നീ ഒന്ന് അവിടെ കിടക്കാമോ? ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ? യു നീഡ് സം റെസ്റ്റ്. മരുന്നൊക്കെ ഞാൻ പോയി വാങ്ങിച്ചോളാം. അമൃത പറയും. പക്ഷെ അവള് പറയുന്നതിന് മുമ്പ് തന്നെ ഡ്യൂട്ടി ഡോക്ടർ ഇടപെട്ടു. അമൃത, താൻ റെസ്റ്റ് എടുക്കേ, മരുന്നെല്ലാം ഡോക്ടർ ശ്രീദേവ് വാങ്ങിക്കുന്നു പറഞ്ഞില്ലേ? ശ്രീദേവിന് അതിൽ ബുദ്ധിമുട്ടില്ലെങ്കിൽ അദ്ദേഹം അത് ചെയ്യട്ടെ. നിങ്ങൾക്ക് എന്തായാലും ഈ അവസ്ഥയിൽ പോവാൻ കഴിയില്ല. ഇത് കേട്ടതും അമൃത പിന്നെ ഒന്നും മിണ്ടാ നിന്നില്ല. അമൃത ശ്രീദേവിനെ നോക്കിയപ്പോ ശ്രീദേവ് പറയും, എങ്കിൽ പിന്നെ ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാം, നീ ഒന്ന് വെയിറ്റ് ചെയ്യ് എന്ന് പറഞ്ഞ് ശ്രീദേവ് പോകുമ്പോൾ അമൃത ശ്രീദേവ് പോകുന്നത് നോക്കിയിരുന്നു. എന്തോ അവളുടെ ഹൃദയത്തിൽ ഒരു തണുപ്പ് അനുഭവപ്പെട്ടു. അവൻ മരുന്ന് വാങ്ങിച്ചു വന്നപ്പോ നേഴ്സ് IV ഇടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുമായിട്ട് നിൽക്കുക. ആകെ 4 ട്രിപ്പ് കയറ്റാനുണ്ടായിരുന്നു. ശ്രീദേവ് അടുത്തു നിന്ന് എല്ലാം കറക്റ്റ് ആണോന്ന് ശ്രദ്ധിച്ചു. അങ്ങനെ നേഴ്സ് അവിടുന്ന് പോയപ്പോ അമൃതയെ തന്നെ നോക്കി നിൽക്കുക ശ്രീദേവ്. അവന്റെ ഈ നോട്ടം കണ്ട് അവൾക്കാകെ വല്ലാണ്ടായി. ഇത്രയും സ്നേഹത്തിൽ ആരും തന്നെ നോക്കിയിട്ടില്ലല്ലോ എന്ന് അവൾ ഓർത്തു. അമൃത, മാത്യുവിനോട് പറയണ്ടേ തനിക്ക് വയ്യാതായെന്ന്? സ്വന്തം ഭാര്യ വയ്യാതെ ഇവിടെ കിടക്കുന്നത് അറിഞ്ഞിട്ടുണ്ടാവില്ല. പാവം. അവൻ ഫോൺ എടുത്ത് നമ്പർ ഡയൽ ചെയ്യാൻ നോക്കി. അതിന്റെ ആവശ്യമൊന്നുമില്ല, മാത്യുവിന് ഇന്ന് നൈറ്റ് ഷിഫ്റ്റ് ആണ്, തിരക്കായിരിക്കും. അമൃത നിസാര ഭാവത്തിൽ മറുപടി പറഞ്ഞു. എന്ത്? സ്വന്തം ഭാര്യയെ നോക്കാൻ പറ്റാത്ത അത്രയും തിരക്കൊക്കെ ഉണ്ടാവോ? അവനൊരു അതിശയത്തോടെ അവളോട് ചോദിച്ചു. നീ ഫോൺ എടുത്ത് അവനെ വിളിക്കേ, ഇതറിഞ്ഞ അവൻ ഓടി വരും. ശ്രീദേവ് അവിടെ തൊട്ടടുത്തുള്ള സോഫയിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞു. വേണ്ട ശ്രീദേവ്, അതിന്റെ ആവശ്യമില്ല. ഇങ്ങനെ ചെറിയ കാര്യത്തിനൊന്നും മാത്യുവിനെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ശ്രീദേവ് അതിശയിച്ചു പോയി. ഇവൾക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ തോന്നുന്നത്? വയ്യാതിരിക്കുമ്പോഴല്ലേ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ അടുത്ത് വേണമെന്ന് തോന്നുക. മരുന്നിനേക്കാളും അവരുടെ സാമീപ്യമല്ലേ നമുക്ക് സുഖം തരിക. മാത്യുവിനെ അറിയിക്കേണ്ടെന്ന് അവള് പറഞ്ഞപ്പോൾ ശ്രീദേവിന് ആകെ സംശയമായി. ഇനി അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ശ്രീദേവ് സംശയിച്ചു. പക്ഷേ അവൻ അതൊന്നും ചോദിക്കാൻ പോയില്ല. അമൃത, കുടിക്കാൻ എന്തെങ്കിലും വേണോ? വേണ്ട ദേവ്, നിനക്ക് എന്തെങ്കിലും തിരക്കുണ്ടെങ്കിൽ പോയിക്കോളൂ. എന്റെ ഡ്യൂട്ടി കഴിഞ്ഞു. അവൻ അതും പറഞ്ഞ് ആ സോഫയിൽ കിടന്നു. ഓക്കെ, എങ്കിൽ നീ റെസ്റ്റ് എടുക്ക്. ക്ലോക്കിലേക്ക് നോക്കിക്കൊണ്ട് അവള് പറയണേ, സമയം ഇപ്പൊ തന്നെ 12 കഴിഞ്ഞു. നീ വീട്ടിൽ പോയി കിടന്നുറങ്ങേ, ഞാനിവിടെ ഓക്കെയാണ്. ചെല്ലേ. അവൻ ഈ സമയം റെസ്റ്റ് അത്യാവശ്യമായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെ കോലാഹലങ്ങളും യാത്രയും നൈറ്റ് ഷിഫ്റ്റും കൂടെ ആയപ്പോൾ അവൻ ആകെ തളർന്നിരുന്നു. അവന്റെ മുഖത്ത് ആ ക്ഷീണം മുഴുവൻ കാണായിരുന്നു. അവന്റെ കണ്ണുകൾ പതിയെ മയക്കത്തിലേക്ക് വീഴാൻ തുടങ്ങി. അവൾ കിടക്കയിൽ തിരിഞ്ഞു കിടന്ന് അവനെ നോക്കി. അങ്ങനെ ക്ഷീണിച്ചു കിടന്നുറങ്ങുന്ന അവനെ കണ്ടപ്പോൾ അവൾക്ക് സഹിച്ചില്ല. അവളുടെ മനസ്സിന് എന്തെന്നില്ലാത്തൊരു ഭാരം തോന്നി. ശ്രീദേവ്, നീ വീട്ടിൽ പോയി ഉറങ്ങിക്കോ, അവൾ അവനോട് പറഞ്ഞു. എന്താ, നിനക്ക് തണുക്കുന്നുണ്ടോ? അവൻ പതിയെ കണ്ണു തുറന്നുകൊണ്ട് ചോദിച്ചു. എനിക്ക് കുഴപ്പമൊന്നുമില്ല ദേവ്. അവളും പതിയെ മയക്കത്തിലേക്ക് വീഴാൻ തുടങ്ങി. നീ ഇവിടെ കിടക്ക്, ഞാനിപ്പോ വരാം എന്ന് പറഞ്ഞ് അവൻ കഷ്ടപ്പെട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. തിരിച്ചു വന്നപ്പോ അവന്റെ വെള്ളക്കോട്ട് മാറ്റിയിരുന്നു. അതിനു പകരം ഒരു ബ്ലാക്ക് ജാക്കറ്റാ ധരിച്ചിരുന്നത്. അവന്റെ കയ്യിൽ ഒരു ബ്ലാങ്കറ്റും ഉണ്ടായിരുന്നു. അത് അമൃതയ്ക്ക് നീട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു, ഇത് നിനക്ക് ആവശ്യം വരും. ഈ ട്രിപ്പ് തീരുമ്പോഴേക്കും നിനക്ക് തണുക്കാൻ തുടങ്ങും. അവളത് നിരസിച്ചാലും അവൻ കേൾക്കില്ല എന്നറിയാവുന്നത് കൊണ്ട് തന്നെ അവൾ അത് വേഗം വാങ്ങിച്ചു വെച്ചു. താങ്ക് യു ദേവ്. അവൾ ആ ബ്ലാങ്കറ്റ് എടുത്ത് പുതച്ചുകൊണ്ട് അവനോട് പറഞ്ഞു. നീ എനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തില്ലേ, ഇത് തന്നെ ധാരാളമാ. നീ പോയി കിടന്നുറങ്ങ്, വീട്ടിൽ പോയി ഉറങ്ങിക്കോളൂ ദേവ്. അവന് സത്യത്തിൽ വീട്ടിൽ പോയാൽ കൊള്ളാന്നുണ്ടായിരുന്നു. എന്നാ അമൃതയെ ഇങ്ങനെ ഇവിടെ കിടത്തിപ്പോയാൽ അവന് ഒരു സമാധാനവും കിട്ടില്ലായിരുന്നു. അതുകൊണ്ട് അവൻ അവിടെ സോഫയിൽ തന്നെ പോയി കിടന്നു. അവൾക്ക് പൂർണ്ണമായി സുഖമായി സുരക്ഷിതമായ സ്ഥലത്ത് എത്തിച്ചാൽ മാത്രമേ അവന് സമാധാനം കിട്ടുള്ളൂ. ഇതേ സമയം എന്തൊക്കെ പറഞ്ഞാലും ശ്രീദേവ് പോയില്ലെന്ന് അവൾക്ക് മനസ്സിലായി. പിന്നെ അവൾ കൂടുതലൊന്നും അതേക്കുറിച്ച് സംസാരിക്കാൻ നിന്നില്ല. അവൻ അവിടെ ഉണ്ടാവണം എന്നവൾ മനസ്സാൽ ആഗ്രഹിക്കുന്നത് പോലെ. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾ തന്റെ കൂടെ ഈ സമയം വേണമെന്ന് അവൾ പോലും അറിയാതെ അവളുടെ ആ ആഗ്രഹം യാഥാർത്ഥ്യമാവുമായിരുന്നു. അവൻ അവളെ നോക്കി പറഞ്ഞു. ഈ ട്രിപ്പ് മുഴുവൻ കഴിഞ്ഞിട്ടും പനി കുറയുന്ന ലക്ഷണമില്ലെങ്കിൽ ഇവിടുന്ന് ഓടിപ്പോവാന്ന് നീ ചിന്തിക്കണ്ട എന്ന് പറഞ്ഞ അവൾ അനുസരണയോടെ തലയാട്ടി.
അവൾ അവന്റെ തളർന്ന കണ്ണുകളിലേക്ക് സ്നേഹത്തോടെ നോക്കി. മൃദുലമായ അവന്റെ ശബ്ദം ആസ്വദിച്ചു. അവനൊരു നെടുവീർപ്പിട്ടുകൊണ്ട് അവളോട് പറഞ്ഞു, ഇനിയെങ്കിലും നീ നിന്റെ സ്വന്തം ആരോഗ്യം നോക്കണം. ശരീരം നോക്കാതെ പണിയെടുത്താൽ ഇതായിരിക്കും ഫലം. എന്നെ കൊണ്ട് കഴിയുന്ന പോലെയൊക്കെ ഞാൻ നിന്നെ സഹായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നിനക്ക് വേണ്ടി ഞാൻ പലരെ കൊണ്ട് വൈൻ വാങ്ങിപ്പിച്ചു. പിന്നെ 8,000-ഓളം പണം മുടക്കി കോണ്ടം വാങ്ങിച്ചു. അതിൽ നിന്ന് കമ്മീഷൻ കിട്ടിയില്ല നിനക്ക്. അവൻ ദേഷ്യവും സങ്കടവും അടക്കാൻ കഴിയാതെ പറഞ്ഞു. അവൻ അവളോട് എന്നും സ്നേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 5 വർഷം മുമ്പ് ഒരു വാക്കുപോലും പറയാതെ തന്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയെങ്കിലും അവളെന്നും നന്നായി ജീവിക്കണമെന്ന് മാത്രമേ അവൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. എവിടെയാണെന്ന് പോലും അറിയാതിരുന്നപ്പോഴും അവൾ ഈ ലോകത്ത് എവിടെയെങ്കിലും സന്തോഷത്തോടെ കഴിയുന്നുണ്ടായിരിക്കും എന്നൊരു സമാധാനത്തിലായിരുന്നു അവൻ. പക്ഷേ ഇപ്പൊ തൊട്ടടുത്തുണ്ടായിട്ടും അവളെ വേണ്ടതുപോലെ സഹായിക്കാൻ കഴിയാത്തത് അവന് സങ്കടം തോന്നി. തന്റെ മുന്നിൽ കിടന്ന് അവളെ ഈ പെടാപ്പാടെല്ലാം സഹിക്കേണ്ടി വരുന്നല്ലോ എന്നോർക്കും തോറും അവന്റെ ഹൃദയത്തിൽ സൂചി കുത്തുന്ന വേദന അനുഭവപ്പെട്ടു. എനിക്ക് 1000 രൂപ കമ്മീഷൻ കിട്ടി ആ കോണ്ടം സെയിലിൽ. അവനെ ആലോചനകളിൽ നിന്ന് ഉണർത്തിക്കൊണ്ട് അവൾ മറുപടി പറഞ്ഞു. 1000 രൂപയോ? ബാക്കിയോ? അവൻ നെറ്റി ചുളിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു. അതുപോരല്ലോ, ഈ മെറ്റീരിയലിനൊന്നും അത്ര പൈസ വരില്ല. നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നിനക്ക് എങ്ങനെ അറിയാം അത് വില കുറഞ്ഞ മെറ്റീരിയൽ കൊണ്ടാ നിർമ്മിക്കുന്നതെന്ന്? നീ ഉപയോഗിക്കാതെ എങ്ങനെ പറയാൻ പറ്റും അതിന്റെ ക്വാളിറ്റിയെ കുറിച്ച്? അമൃതയ്ക്ക് അങ്ങ് ദേഷ്യം വന്നു. നിനക്കെങ്ങനെ അറിയാം ഞാനത് ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയെന്നൊക്കെ? ശ്രീദേവും അക്ഷമനായി ചോദിച്ചു. നിനക്ക് ഇതൊക്കെ അലർജിയല്ലേ? അമൃത സംശയഭാവത്തിൽ അവനെ നോക്കി. അവനെ പെട്ടെന്ന് ചിരി വന്നു. നിനക്കിതൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ടോ? അപ്പൊ നീ എന്റെ ശീലങ്ങളൊന്നും മറന്നിട്ടില്ല. അവനിത് ചോദിക്കുമ്പോ ചിരിയടക്കം കഴിയുന്നുണ്ടായിരുന്നില്ല. അവൾ അവനെ പരിഭവത്തോടെ നോക്കി. ഞാനാണെങ്കിൽ അത് വാങ്ങിയപ്പോ തൊട്ട് നിന്നെ ഓർത്തോണ്ടിരിക്കുകയായിരുന്നു. അവൻ അവളെ പ്രകോപിപ്പിക്കാനായിട്ട് പറഞ്ഞു. ദേവ്, അവൾ അവനെ ദേഷ്യത്തിൽ വിളിച്ചു. എന്നാലും അവളുടെ മുഖത്തൊരു നാണം മിന്നി മാഞ്ഞു. ദേ, തമാശ കളിക്കരുത്. ആര് പറഞ്ഞു ഞാൻ തമാശ പറഞ്ഞതാണെന്ന്? അവൻ വീണ്ടും അവളെ ദേഷ്യം പിടിപ്പിക്കാനായിട്ട് പറഞ്ഞു. അവന്റെ മുഖം പെട്ടെന്ന് സീരിയസ് ആയതുപോലെ അവൾക്ക് തോന്നി. ഇനി എന്തു പറയണമെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. അവളുടെ തൊണ്ട പറ്റി. പെട്ടെന്ന് അവൻ ക്ഷീണിതനായിട്ട് തിരിഞ്ഞു കിടന്നു പറഞ്ഞു. ഞാനൊന്ന് മയങ്ങട്ടെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ വിളിച്ചാ മതി. അമൃത അത് കേട്ട് അവൻ ഉറങ്ങുന്നത് നോക്കിക്കിടന്നു. ഇപ്പൊ സമയം പുലർച്ചെ 2 മണിയോട് അടുത്തിരുന്നു. അപ്പോഴാ അവളുടെ ട്രിപ്പ് മാറ്റാൻ നഴ്സ് വന്നത്. അവൻ മയക്കത്തിൽ നിന്നും പതിയെ എഴുന്നേറ്റു. അവള് നല്ല ഉറക്കത്തിലാ. മരുന്നിന്റെ മയക്കത്തിലായിരിക്കും. ഞാൻ ചെയ്യാം. അവൻ അവളെ ഉണർത്താതെ ആ ട്രിപ്പ് അയച്ചെടുത്തു. കയ്യിൽ നിന്ന് ട്യൂബ് എടുത്തു മാറ്റി നഴ്സിനോട് പോവാൻ ആവശ്യപ്പെട്ടു. ഉറങ്ങിക്കിടക്കുന്ന അവളെ നോക്കിയിരുന്നപ്പോ തന്നെ അവന്റെ മനസ്സിൽ 1000 നക്ഷത്രങ്ങൾ ഒന്നിച്ചു തെളിഞ്ഞു. 2 വശങ്ങളിലേക്കും പാറിക്കിടക്കുന്ന ആ മുടിയിഴകൾ അവളുടെ മുഖത്തിന് കൂടുതൽ ഭംഗി കൊടുത്തു. അവൻ അവളുടെ പുതപ്പെടുത്തു മാറ്റി പനി കുറഞ്ഞു നോക്കി. അവളുടെ ശരീരം തണുത്തു തുടങ്ങിയിരുന്നു. അവൻ അവന്റെ ആ ജാക്കറ്റ് അഴിച്ച് അവൾക്ക് ഇട്ടുകൊടുത്തു. എന്നിട്ട് പുതപ്പിച്ച് അവളെ പതുക്കെ എടുക്കാൻ നോക്കി. അവളെ ഉറക്കത്തിൽ നിന്ന് ഉണർത്താതെ 2 കൈകൊണ്ടും അവളെ എടുത്തുയർത്തി മാറോട് ചേർത്ത് പിടിച്ചു. അവൾ ചെറുതായി ഒന്ന് ഞരങ്ങി. എന്നിട്ട് സാവകാശം അവന്റെ മാറിൽ മുഖം ചേർത്ത് ഉറങ്ങാൻ തുടങ്ങി. അവളുടെ ശ്വാസം അവന്റെ ഹൃദയത്തിലേക്ക് ആഞ്ഞടിക്കുന്ന ഒരു കൊടുങ്കാറ്റ് പോലെ അവന് തോന്നി. അവന്റെ കണ്ണിലൂടെ അവനൊരു ആകാശം മുഴുവൻ കാണുന്നുണ്ടായിരുന്നു. അവൻ പതിയെ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് നടന്നു. എമർജൻസി റൂമിൽ നിന്നും ഒരു ഡോറ് തുറന്നാൽ പാർക്കിംഗ് ഏരിയയായി. പുലർച്ചെ ആയതുകൊണ്ട് തന്നെ അവിടെയൊന്നും ആരും ഉണ്ടായിരുന്നില്ല. അവൻ സീറ്റൊക്കെ ശരിയാക്കി കിടക്കാൻ പാകത്തിനാക്കി. ശേഷം സീറ്റ് ബെൽറ്റ് ഇട്ടുകൊടുത്ത് ബ്ലാങ്കറ്റ് പുതപ്പിച്ചു. അമൃത ഉറക്കം ഉണരുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടന്നു. എന്നിട്ട് കണ്ണു തുറന്ന് അവനെ നോക്കി. വീണ്ടും അതുപോലെ തന്നെ കണ്ണടച്ച് മയങ്ങിപ്പോയി. പുറകിലെ സീറ്റ് കൊണ്ട് അവൾക്ക് തലയണ വെച്ച് കൊടുത്തപ്പോഴാണ് അവന് സമാധാനമായത്. ഉറങ്ങുമ്പോൾ അവളുടെ മുഖം കൊച്ചു കുഞ്ഞുങ്ങളുടേതുപോലെയായിരുന്നു. അവൻ അവളെ വാത്സല്യത്തോടെ നോക്കി ഡ്രൈവിംഗ് സീറ്റിലിരുന്നു. അവൻ പെട്ടെന്ന് സ്വന്തം തലയ്ക്ക് തന്നെ ഒരു കൊട്ട് വെച്ചു കൊടുത്തു. ഞാൻ എന്തേ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് അവൻ കാർ സ്റ്റാർട്ട് ചെയ്ത് അവളുടെ വീട്ടിലേക്ക് പോയി. അവൾ അപ്പോഴും നല്ല ഉറക്കത്തിലായിരുന്നു. അവളുടെ വീടിന് മുന്നിലെ വഴിയെ വണ്ടി പാർക്ക് ചെയ്ത് അവൾ ഉണരുന്നത് നോക്കിയിരുന്നു. അവനാണെങ്കിൽ ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് കണ്ണും മിഴിച്ച അമൃതയെ നോക്കിക്കൊണ്ട് ഇരിക്കുന്നത്. അവളെ നോക്കിയിരിക്കുമ്പോ അവൻ എന്തെന്നില്ലാത്തൊരു സമാധാനം അനുഭവപ്പെട്ടു. അവളുടെ സാമീപ്യത്തിൽ അവൻ അനുഭവപ്പെടുന്ന സ്വസ്ഥത അതവനെ കൂടുതൽ അത്ഭുതപ്പെടുത്തി. ലോകത്ത് വേറൊരിടത്തും തനിക്ക് ഇത്രയും ശാന്തി കിട്ടാൻ സാധ്യതയില്ലെന്ന് അവന് തോന്നി. അവൾ ഒരിക്കലും തന്റെ കണ്ണിൽ നിന്ന് മറയരുതെന്ന് അവൻ ആഗ്രഹിച്ചു. അവൾ പതിയെ കണ്ണു തുറന്നു. നീ എഴുന്നേറ്റോ? കണ്ണു തുറന്നെങ്കിലും പാതി മയക്കത്തിലായിരുന്നു അവൾ അപ്പോഴും. ഉറക്കമുണർന്ന് പെട്ടെന്ന് അവനെ കണ്ടപ്പോൾ അവളൊന്ന് ഞെട്ടി. ഇതിപ്പോ സ്വപ്നാണോ സത്യാണോ എന്നറിയാതെ അവൾ കണ്ണു തിരുമ്മി. ഞാൻ കുറെ നേരമായി ഉറക്കാണല്ലേ? ഐ എം സോറി, അമൃത പറഞ്ഞു. നന്നായി ഉറങ്ങിയല്ലോ, അത് മതി. അവൻ അവളുടെ നെറ്റി തടവിക്കൊണ്ട് പറഞ്ഞു. ഞാൻ എപ്പോഴാ ഈ കാറിലെത്തിയത്? അവളൊരു അമ്പരപ്പോടെ ചോദിച്ചു. അതൊക്കെ എത്തി. അതെ, ഉറക്കം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയൊന്ന് ഇറങ്ങി പോയാട്ടെ. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവളും അവനോടൊപ്പം ചിരിച്ചു. അവൻ പെട്ടെന്ന് എഴുന്നേറ്റ് അവളുടെ അരികിലേക്ക് നീങ്ങി. അവൻ അവളുടെ തലയ്ക്ക് പിന്നിലൂടെ കൈയിട്ടുകൊണ്ട് അവളെ നോക്കി. അവന്റെ ശ്വാസം അവളുടെ കവിളുകളിൽ തട്ടി. കവിളാണെങ്കിൽ നാണം കൊണ്ട് ചുവന്നു തുടുക്കാൻ തുടങ്ങി. അവൾ അവന്റെ ചുണ്ടുകളിലേക്ക് നോക്കി. ദേവ്,
നീ എന്തേ കാണിക്കുന്നേ? അവൻ പിന്നോട്ട് ആഞ്ഞോണ്ട് പറഞ്ഞു, നിന്റെ സീറ്റ് ശരിയാക്കുന്നു. നീ എന്താ വിചാരിച്ചേ? അവനൊന്ന് മൂളിക്കൊണ്ട് ചോദിച്ചു. അത് പിന്നെ ഒന്നുമില്ല. സത്യം പറഞ്ഞ അവൾ ആകെ ചമ്മിപ്പോയി. അവന്റെ മുഖത്ത് പോലും നോക്കാൻ കഴിയാതെ കണ്ണടച്ച് തല താഴ്ത്തിയിരുന്നു. അവനൊരു കള്ളച്ചിരിയോടെ അവളെ നോക്കി. അവളാണെങ്കിൽ നാണം കൊണ്ടും ചമ്മല് കൊണ്ടും തല താഴ്ത്തിയിരിക്കുകയായിരുന്നു. അതൊക്കെ പോട്ടെ, ഇപ്പൊ എങ്ങനെയുണ്ട് നിനക്ക്? കുറവുണ്ട് ദേവ്, അവൻ ഉത്സാഹത്തോടെ പറഞ്ഞു. അതെങ്ങനാ, ഞാനല്ലേ കൂട്ടിരുന്നത്. അവനൊരു കുസൃതി ചിരിയോടെ അവളെ നോക്കി. അതെ അതെ, എന്തായാലും ഇന്നത്തെ രാത്രി മുഴുവൻ എനിക്ക് കൂട്ടിരുന്നതിന് വളരെ നന്ദി. അവൾ അവനെ നോക്കി സ്നേഹത്തോടെ ചിരിച്ചു. അവൾ പുതച്ചിരുന്ന ബ്ലാങ്കറ്റ് കുടഞ്ഞ് മടക്കി സീറ്റിൽ വെച്ചു. എന്നിട്ട് ഉറക്കച്ചടവോടെ എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങി. അവൾ അവനോട് യാത്ര പറയാനായി ഡ്രൈവിംഗ് സീറ്റിന്റെ അടുത്തേക്ക് ചെന്നു. ദാ നിന്റെ ജാക്കറ്റ്. അവൻ ആ ജാക്കറ്റ് കൊടുത്തു. അവനൊന്നും പറഞ്ഞില്ല. പകരം അവളുടെ കയ്യിൽ അവൻ മൃദുവായി പിടിച്ചു. അവള് യാത്ര പറഞ്ഞു പോവാൻ നോക്കിയിട്ടും അവൻ കൈവിട്ടില്ല. ദേവ്, കൈവിട്, ഞാൻ പോട്ടെ, അവൾ പേടിച്ച ശബ്ദത്തോടെ അവനോട് പറഞ്ഞു. അവൻ അവളുടെ കൈവിടാതെ അവളെ തന്നെ ഇങ്ങനെ നോക്കിയിരുന്നു. അങ്ങനെ നമ്മുടെ ഈ പാർട്ട് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇതിന്റെ അടുത്ത ഭാഗമായിട്ട് നമുക്ക് നാളെ കാണാട്ടോ. അപ്പൊ ഇന്നത്തെ ഈ കഥ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. താങ്ക്